ആരാണ് അറിയിക്കേണ്ടത്? ആരാണ്? പ്രധാനമന്ത്രി ഇത് ഉദ്ഘാടനം ചെയ്യാൻ സന്നദ്ധനാണ് എന്ന് അറിയിച്ചിട്ടുണ്ട്. എല്ലാ സംസ്ഥാനങ്ങളും അവരുടെ യോഗ്യമായ പങ്ക് കൊടുത്തിട്ട് തന്നെയാണ് ഇത് വന്നിട്ടുള്ളത്. യോഗ്യമായ പങ്കെന്ന് പറയുന്നത് സ്ഥലം വാങ്ങിയെടുക്കുന്നതിൽ എത്രയോ ശതമാനം നിശ്ചയിച്ചിട്ടുണ്ട്. 25% എന്നാണ് എൻ്റെ വിശ്വാസം, അല്ലേ? പല സംസ്ഥാനങ്ങളിലും അത് 50% കൊടുത്തിട്ടുണ്ട്. കർണാടക കൊടുത്തിട്ടുണ്ട്, UP കൊടുത്തിട്ടുണ്ട്. അല്ല, അതൊന്നും ഇതിനകത്ത് ജനാധിപത്യ സംവിധാനത്തിൽ ഒരു അവകാശവാദമല്ല. നിങ്ങൾ ഇത്രയേ തന്നുള്ളൂ എന്ന് പറയുന്നതും ഒരു അവകാശവാദം. അത് രാഷ്ട്രീയമായി മാത്രമേ ഭവിക്കൂ. അപ്പോൾ വളരെ നിഷ്പക്ഷമതിയായിട്ട് പറയുകയാണെങ്കിൽ കേരള സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ബ്ലൂ ബുക്ക് പ്രകാരമുള്ള അറേഞ്ച്മെൻറ്റ് ഡയസിലുണ്ടാവും. കേരള സർക്കാർ തിരിച്ച് അങ്ങോട്ട് അറിയിക്കണമായിരുന്നു. അത് നിങ്ങൾ ഉദ്ദേശിച്ച, അല്ലെങ്കിൽ ഞങ്ങൾ ആദ്യം പ്രപ്പോസ് ചെയ്തവരല്ല വേണ്ടത്, ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മന്ത്രി വേണം, അത് കേരള സർക്കാർ അറിയിക്കണം. അതനുസരിച്ച് ക്രമീകരണങ്ങളുണ്ടാവും. പിന്നെ പ്രധാനമായിട്ടും കേരളത്തിലെ മുഴുവൻ NHൻ്റെയും പണി പൂർത്തിയായിട്ടില്ല. അതത് പ്രദേശങ്ങളിൽ പണി തീർന്നു കിടക്കുന്നത് 1-2 മാസമായത് തുറന്നു കൊടുക്കണം എന്ന് ഒരു അപേക്ഷ ഞാനാണ് മുന്നോട്ട് വെച്ചത്. അതിൽ മലപ്പുറമുണ്ട്, കർണാടകത്തോട് ചേർന്ന് കിടക്കുന്ന ഭാഗമുണ്ട്, കോഴിക്കോടുണ്ട്. കോഴിക്കോടിനപ്പുറം വടകരയിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. അതിനൊരു ഈസിങ് ഔട്ട് വരണമെങ്കിൽ തീർന്നു കിടക്കുന്ന റോഡുകളൊന്ന് പണി തീർത്ത് കൊടുത്താൽ മാനസികമായിട്ട് എല്ലാം ഒരു വലിയ, ഞാനെപ്പോഴും പറയത്തില്ലേ, തേനും പാലും ഒഴുക്കണമെന്നൊന്നും ഒരു ജനതയും പറയത്തില്ല. അവരെ വല്ലാണ്ട് ശ്വാസം മുട്ടിക്കരുത്. അപ്പോൾ ആ ഈസിങ് ഔട്ടിന് വേണ്ടി ചില സ്ട്രെച്ചുകൾ മാത്രമാണ് തുറന്നു കൊടുത്തിരിക്കുന്നത്. ഇത് ബൃഹത്തായ ഒരു ഉദ്ഘാടനം. കേരളത്തിലെ നാഷണൽ ഹൈവേകൾ പ്രധാനമായിട്ടും 2 പണി ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഉദ്ഘാടനം എന്ന് പറയുന്നത് നടക്കും. അന്നത്തെ ഇതുപോലെ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ ആരാന്ന് വെച്ചാൽ ഗതാഗത മന്ത്രിയോ വന്ന് ഉദ്ഘാടനം ചെയ്യാൻ ഇത്രാം തീയതി സൗകര്യമാണെന്ന് അറിയിച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് ബ്ലൂ ബുക്ക് പ്രകാരമുള്ള നിർദ്ദേശം കൊടുത്ത് ആ ഡയസിൽ എത്ര പേര് വേണം എന്നൊക്കെ പറയുന്നതിന് SPGയുടെ ക്രമീകരണങ്ങളില്ലേ, അത് നമ്മൾ പാലിക്കണം. അനാവശ്യമായ വിവാദങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. അവരുടെ രാഷ്ട്രീയത്തിന് അത് ആവശ്യമാണ്, അവർക്ക് അങ്ങനെ മുന്നോട്ട് പോകാനൊക്കെ. അതുകൊണ്ട് ഇന്നലെ അത് പറഞ്ഞു. അല്ല, എന്ത് വേണേൽ ചെയ്തോട്ടെ, നമുക്കെന്താ. അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ സമാന്തരമായ എത്ര ഉദ്ഘാടനം നടത്തണം? കേന്ദ്ര ഫണ്ട് എടുത്ത് വെച്ച് കളിച്ചിട്ട് ഇനി MP ഫണ്ട് കൊടുത്തിട്ട് അത് ചെയ്യാൻ അനുവദിക്കാത്ത ഒരു രാഷ്ട്രീയവും ഇവിടെ ഉണ്ട്. അപ്പോൾ അതൊന്നും ഈ സമയത്ത് പറയേണ്ടതല്ല. ഒരു ഇലക്ഷൻ വന്ന് നമ്മുടെ പടിവാതിക്കൽ നിൽക്കുകയാണ്. തെരഞ്ഞെടുപ്പ് മുന്നേ കണ്ടുള്ള ഒരു ഇതാണ്. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞു, അത്രയേ ഉള്ളൂ. അല്ലാതെ ഇപ്പോൾ ആധാർ കാർഡൊക്കെ ഇന്നലെ എന്നെ 4 സ്ഥലത്താണ് ആധാർ കാർഡ് ചോദിച്ചത്. അപ്പോൾ എൻ്റെ കൂടെ നിന്നവർ പറഞ്ഞു MOS ആണ് എന്ന് പറഞ്ഞപ്പോൾ ഹമേ ദേഖ്നാ ഹെ എന്നാണ് അവർ പറഞ്ഞത്. കേന്ദ്രമന്ത്രിയെ സുരേഷ് ഗോപിയുടെ ഇന്നലെ ആധാർ കാർഡ് ചോദിച്ചു. ഇന്നലെ അല്ല, എനിക്കത് നേരത്തെ അറിയാവുന്നതുകൊണ്ട് ഇന്നലെ എനിക്ക് പേടിയായി. ഇനി ആധാർ കാർഡ് പോരാ എന്ന് പറഞ്ഞാൽ ഞാൻ പാസ്പോർട്ടും ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ എല്ലാം ഒറിജിനലാണ് എൻ്റെ പോക്കറ്റിൽ വെച്ചിരുന്നത്. എല്ലാം എടുത്ത് അവരുടെ മുമ്പിൽ വെച്ച് കൊടുത്തു. അപ്പോൾ നമ്മൾ അങ്ങനെയാണ് അവരെ തോൽപ്പിക്കേണ്ടത്. പിന്നെ അവർക്ക് ജയിക്കാനോ നമുക്ക് തോക്കാനോ വേണ്ടി അല്ല ഇത്. നമുക്ക് ഓരോ കാറ്റഗറി ഉണ്ട്. Z കാറ്റഗറി ഉണ്ട്, Z+ കാറ്റഗറി ഉണ്ട്, Y കാറ്റഗറി ഉണ്ട്. വൈയുടെ തന്നെ 4-5 വകഭേദങ്ങളുണ്ട്. ഇതാ ഉദ്യോഗസ്ഥർക്ക് പാലിച്ച്. അമിത്ഷായുടെ ഒരു കേസുണ്ടല്ലോ. അമിത്ഷായെ ഇതുപോലെ പാസ് കാണിച്ചു പോരാ ആധാർ. അമിത്ഷായെ അവർക്ക് നന്നായിട്ടറിയാം. എങ്കിലും മറ്റുള്ളവരുടെ അടുത്തെല്ലാം ചോദിച്ച സ്ഥിതിക്ക് അമിത്ഷായ്ക്ക് മാത്രം അങ്ങനെ ഒരു പരിഗണന എന്ന് പറയുന്ന ഒരു നോഷൻ പുറത്ത് വരാൻ പാടില്ല. അതുകൊണ്ട് അവരത് ചോദിക്കും. ഇന്നലെ എന്നെ ഒരു സ്ഥലത്ത് ഫ്രിസ്ക് ചെയ്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുക? പ്രധാനമന്ത്രി വരുന്ന പെട്രോളിയത്തിൻ്റെ പരിപാടിയിലേക്ക് ഞാൻ ചെല്ലുന്നിടത്ത് തന്നെ ഫ്രിസ്ക് ചെയ്തു. ഗവർണറെ ഫ്രിസ്ക് ചെയ്യാനൊക്കത്തില്ല, അവർക്ക് ഇമ്മ്യൂണിറ്റിയാണ്. എന്നെ ഫ്രിസ്ക് ചെയ്തു. അപ്പോഴും കേരള പോലീസ് പറഞ്ഞു സെൻട്രൽ മിനിസ്റ്റർ എന്നുണ്ട്, ദിസ് ഇസ് റെഗുലർ, വി ഹാവ് ടു ഡു ഇറ്റ്. കേരള പോലീസ് പറഞ്ഞിട്ട് കേട്ടില്ല. അത് മാത്രമല്ല, ഫ്രിസ്ക് ചെയ്ത് എന്നിട്ട് തിരിഞ്ഞു വയ്ക്കണമെന്ന് പറഞ്ഞു. ബാക്കിലും ഫ്രിസ്ക് ചെയ്തു. ദേഹപരിശോധന നടത്തി. അതെ. അപ്പോൾ അവർ പറഞ്ഞ് സം മെറ്റൽ.
അപ്പോൾ ഞാൻ എൻ്റെ ഷർട്ടൊന്ന് പൊക്കി കാണിച്ചു. ഈ ബെൽറ്റ് ഇടും, ബെൽറ്റിൻ്റെ ബക്കിളാണ്, ഇതാണോ എന്ന് ചോദിച്ചു. ആ ടീക്കെ ശരി. ഇനിയിപ്പോൾ അതിന് ഞാൻ അവരെ തുണി പൊക്കി കാണിച്ചെന്ന് പറയുന്ന സംസ്കാരം ഇവിടെ ഉണ്ട്. മറ്റൊരു പ്രധാന എന്നെ തീർക്കാൻ നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്, നിങ്ങളെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കൂട്ടത്തിലൊരു വലിയ വിഭാഗം.